ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്ന പെർഫ്യൂം ഓയിലാണ്. ആ പെർഫ്യൂം ഓയിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാഷ ഡി കാർട്ടിയർ എന്ന് പറയുന്ന ഈ പെർഫ്യൂമിന്റെ ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. ഇത് ഞാൻ റിവ്യൂ ചെയ്യാനുള്ള റീസണ് നമ്മുടെ കയ്യിൽ ഓയിൽ എത്തി, ഒരു 50 ml ക്വാണ്ടിറ്റി അത് എത്തിയിരുന്നു. അത് ജസ്റ്റ് ഇവിടെ അതൊക്കെ ജസ്റ്റ് നമ്മൾ ഇതിന്റെ സ്മെല്ലുകളൊക്കെ നോക്കി നമ്മളെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കൊടുത്തു. ഭയങ്കര ഫീഡ്ബാക്ക്, നല്ല കോംപ്ലിമെന്റും കിട്ടി. അത്യാവശ്യം നല്ല ആളുകൾ എൻക്വയറി ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കൊടുത്ത ആളുകൾ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് 50 ml തീർന്നുപോയി. അതിന്റെ ശേഷമാണ് നമ്മൾ 100 ml 200 ml ഒക്കെ വീണ്ടും പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചു, ഞാൻ പെർഫ്യൂം മാത്രം റിവ്യൂ ചെയ്യുന്ന ഇടയിൽ ഇതും കൂടി ആഡ് ചെയ്യാനുള്ള റീസൺ ചെയ്യലുണ്ട്. പൊതുവെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല ലാസ്റ്റിങ്, ഷുവർ 6 hourന്റെ മുകൾക്ക് ഷുവറായിട്ട് നമുക്ക് ലാസ്റ്റിങ് പറയാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ഓയിലാണ് കാർട്ടിയർ ഡി പാഷ റെഡ് പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് ഓയിൽ എന്നുള്ളത്. നല്ല ഒരു സ്പൈസസും ഇത്തിരി ലെമൺ അരോമാറ്റിക് ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ടോട്ടലി ഇതിന്ന് കിട്ടുന്നത്. ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ ഷുവറായിട്ടും പറയാം 6 hourന്റെ മുകൾക്കുള്ളത് പോലെ തന്നെ ഒരു 4 to 5 hour വരെ തരക്കേടില്ലാത്തൊരു പ്രൊജക്ഷനോട് കൂടി നമുക്ക് ഇത് നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. 260 രൂപയാണ് നമ്മളിത് 6 ml ഇതിന് ചാർജ് ചെയ്യുന്നത്. പാഷ ഡി കട്ട് എന്നുള്ള നമുക്ക് അറിയാൻ പറ്റും 1990-കളിലൊക്കെയാണ് മാർക്കറ്റിൽ വന്ന പെർഫ്യൂമുകളാണ്. എന്നിട്ട് തരക്കേടില്ലാത്ത മാർക്കറ്റ് ഉണ്ടെങ്കിലും ഇപ്പം കുറച്ചായിട്ട് പുതുതലമുറക്ക് അഥവാ നമ്മളെ പോലുള്ള പെർഫ്യൂമിന് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് അറിയാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഓയിൽ കിട്ടുന്നതിന് ശേഷം ജസ്റ്റ് ഇതിന്റെ ഗൂഗിളിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ലേഡിയാണ് ഇതിന്റെ പെർഫ്യൂമർ, ഇതിന്റെ ക്രിയേറ്റർ. അതിനോണ്ട് തന്നെ ഇത് ലേഡീസിനും തരക്കേടില്ലാതെ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻസും കൂടി ഞാൻ ഇതിന്റെ മുന്നിൽ വെക്കുകയാണ്. കാരണം അടിച്ച് വീട്ടിൽ നിന്ന് പോയാലും നമുക്ക് നമ്മളെ വീട്ടുകാരെ അടിയിൽ നിന്ന് ആയാൽ പോലും ഒരു ബാഡ് സ്മെല്ല് പോലെ അല്ലെങ്കിൽ ഒരു ഹെഡേക്കുള്ള പോലെ ഒന്നും അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടായില്ല. നല്ല ഫ്രാഗ്രൻസ് ആണല്ലോ. കൊടുത്തൊരു വീണ്ടും വീണ്ടും പോസിറ്റീവ് തന്നെ വരുന്ന ഒരു പെർഫ്യൂം ആയിക്കാണ്ട് നമുക്ക് ഈ കാർട്ടിയർ ഡി പാഷ റെഡിനെ പരിചയപ്പെടുത്താൻ പറ്റും. പിന്നെ SSPയിലൊക്കെ ഉള്ളത് പോലെ തന്നെ SSPന്റെ നോട്ട്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. മിന്റ്, വെനില, മീൻസ് അങ്ങനത്തെ ഒരു സ്മെല്ല് ഉണ്ടല്ലോ, ചെറിയൊരു മിന്റ്, ലെമണ്, കൂള്, അക്കോട്ടിക് നോട്ട്സുകൾ, ഫ്രഷ് അക്കോട്ടിക്, അങ്ങനത്തെ ഒരു സ്മെല്ല് നമുക്ക് ടോട്ടലി ആദ്യം മൊത്തം ഇതിന്റെ അവസാനമുണ്ട്. ഡൺഹിൽ ഡിസയറിന്റെ എവിടേക്കേ ഒരു ഭാഗം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതൊക്കെ ഉള്ളതിനോട് കൂടി ഈ പെർഫ്യൂം ഓയിൽ ഡൺഹിൽ ഡിസയറും അല്ലെങ്കിൽ പിന്നെ SSP ഇങ്ങനത്തെ ഒക്കെ സ്മെല്ല് നിൽക്കുന്നതിൽ വേറെ ഡിഫറെന്റ് ഫ്രാഗ്രൻസ് ആയിക്കാണ്ട് നമുക്ക് ഇതിനെ നല്ലപോലെ പരിചയപ്പെടുത്താൻ പറ്റും. ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് പക്കയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിന്റെ റിവ്യൂ ഇട്ടും വീണ്ടും മീൻസ് പെട്ടെന്ന് തന്നെ റിവ്യൂ ആയിട്ട് ഇത് വന്നത്. അപ്പം 260 രൂപക്ക് കേരളത്തിന്റെ ഉള്ളിൽ ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ട് ഇതാ ഇന്നും നാളെ മാത്രം ചെയ്യുന്നുണ്ട് കേട്ടോ. 6 ml ക്വാണ്ടിറ്റി. നിങ്ങളിത് വാങ്ങിയാൽ നിങ്ങൾക്കിത് സ്മെല്ല് ഇഷ്ടാവാതാവുക അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നും ക്യാഷുകളൊന്നും എവിടെയും പോവില്ല. ഈ ഇന്നും നാളെ മാത്രമേ ഓഫറുള്ളൂ, എന്നും ഇല്ല, ഇന്നും നാളെ മാത്രം പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പം നമ്മൾ പോലീസ് ബ്ലൂ ആണ് നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞത്. അതേപോലെ തന്നെ ലക്ഷറി ഡ്രീം, ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മാത്രമേ ഷുവർ 8 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ 6 മണിക്കൂർ 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ പിന്നെ സ്മെല്ല് നിൽക്കുള്ളൂ എന്നുള്ള നമ്മൾ ഒരു കൺഫേം ആക്കി കൊടുക്കുന്ന ഗ്യാരണ്ടി കൊടുക്കുള്ളൂ. ആ ഗ്യാരണ്ടിയുടെ സെൽഫിലേക്ക് ഒരു ഐറ്റം കൂടി പുതിയതായിട്ട് ആഡ് ചെയ്യുക എന്ന് മാത്രം കാർട്ടിയർ ഡി പാഷ റെഡ് ഫ്രാഗ്രൻസ് പെർഫ്യൂം ഓയിൽ എന്നുള്ളത്. ആ പർച്ചേസ് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ചാനലുകൾ ആദ്യമായിട്ടൊക്കെ കാണുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.